Next, we are going to study the other component of blood vascular system, blood vessels. മുന്നേ നമ്മൾ ബ്ലഡിൻ്റെ കമ്പോണൻസ് കണ്ടു. ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ആണ്. അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ കമ്പോണൻസ് കണ്ടു. നൗ വി ക്യാൻ സി വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്. 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്: ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. സോ ആർട്ടറീസ് നോർമലി ക്യാരി ചെയ്യുക പ്യുവർ ബ്ലഡ് ആണ്. വെയിൻസ് നോർമലി ക്യാരി ചെയ്യുക ഇംപ്യുവർ ബ്ലഡ് ആണ്. ആൻഡ് കാപ്പിലറീസ്. അപ്പോൾ ആർട്ടറീസ് ദ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു അതർ ടിഷ്യൂസ്. നോർമലി ആർട്ടറീസിൽ എപ്പോഴും ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ് ആണ് ഉണ്ടാവുക. എക്സെപ്റ്റ് പൾമനറി ആർട്ടറി, ലങ്സിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന പൾമനറി ആർട്ടറി ഇംപ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുക. ഇനി ആർട്ടറി ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് ആർട്ടീരിയോൾസ് എന്ന് പറയുന്നു. നോർമലി ആർട്ടറീസിന് 3 ലെയേഴ്സ് ആണുള്ളത്. ട്യൂണിക്ക ഇൻറ്റിമ, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ദ സ്ക്വാമസ് എൻഡോത്തീലിയം. Then middle layer is tunica media. It is made up of smooth muscles and elastic fibers. And external layer, outer layer is tunica externa. It is made up of fibrous connective tissue with collagen fibers. ഇങ്ങനെ 3 layers ഉണ്ട് ആർട്ടറിക്ക്. Then veins. Veins normally they carry blood towards heart and it carry always deoxygenated or impure blood. എല്ലാ വെയിൻസും ഇംപ്യൂർ ബ്ലഡാണ് ക്യാരി ചെയ്യുക എക്സെപ്റ്റ് പൾമനറി വെയിൻ. ലങ്സിൽ നിന്ന് വരുന്ന വെയിൻ പൾമനറി വെയിൻ ആണ്. അതെപ്പോഴും പ്യുവർ ബ്ലഡാണ് ക്യാരി ചെയ്യുക. പൾമനറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡ്, അവിടെ മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. വെയിൻസും ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ വെന്യൂൾസ് എന്ന് പറയുന്നു. ഈ വെയിൻസിനും 3 ലെയേഴ്സ് ഉണ്ടെങ്കിലും അതിലെ ട്യൂണിക്ക മീഡിയ എന്ന മിഡിൽ ലെയർ ആർട്ടറിയുടെ ട്യൂണിക്ക മീഡിയനേക്കാളും കുറച്ചും കൂടി തിന്നായിരിക്കും. നെക്സ്റ്റ് ഈസ് കാപ്പിലറീസ്. ടിഷ്യൂസിൽ ആർട്ടീരിയോൾസ് ഡിവൈഡ് ചെയ്ത് തിൻ വാൾഡ് സിംഗിൾ ലെയേർഡായ ചെറിയ ചെറിയ വെസൽസ് ആയിട്ട് മാറും, ചെറിയ ട്യൂബ്സ് ആയിട്ട് മാറും. അതിനെയാണ് കാപ്പിലറീസ് എന്ന് പറയുക. ഈ കാപ്പിലറീസ് വെന്യൂൾസ് ആയിട്ട് പിന്നെ യുണൈറ്റ് ചെയ്യും. നൗ വി ക്യാൻ സി ദ സ്ട്രക്ചർ ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹാർട്ട് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്. 3 ജേം ലെയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്: എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. എക്ടോഡേം ഔട്ടർ ലെയർ ആണ്, എൻഡോഡേം ഇന്നർമോസ്റ്റ് ലെയർ ആണ്, മീസോഡേം മിഡിൽ ലെയർ ആണ്. ഈ 3 ജെം ലെയേഴ്സിൽ നിന്നാണ് നമ്മുടെ ഓരോ ഓർഗൻസും ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. സോ ഹാർട്ട് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് മീസോഡേം എന്ന ലെയറിൽ നിന്നാണ്. സോ ഹാർട്ട് ഈസ് എ മീസോഡേമലി ഡിറൈവ്ഡ് ഓർഗൻ ലൊക്കേറ്റഡ് ഇൻ ദ മീഡിയാസ്റ്റിനം. ആ മീഡിയം പോർഷനെയാണ് മീഡിയാസ്റ്റിനം എന്ന് പറയുന്നത്. ഈ ലൊക്കേഷൻ ഇവിടെയാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഫിസ്റ്റ്, ഒരു മുഷ്ടിയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ ഓരോരുത്തരുടെ ഹാർട്ട്. Then heart is protected by double layered pericardium. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, ഡബിൾ ലെയേർഡ് ആണ്, പെരികാർഡിയം എന്നതിന് പറയുക. പെരികാർഡിയത്തിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ് പെരികാർഡിയൽ സ്പേസ് ആൻഡ് ഇസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്താ? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഹാർട്ട് വാൾസ് ആൻഡ് സറൗണ്ടിങ് ടിഷ്യൂസ്. അതുമാത്രമല്ല ഇറ്റ് ഇസ് ഷോക്ക് അബ്സോർബിങ് ഓൾസോ. അപ്പോൾ ഹാർട്ട് വാൾസും സറൗണ്ടിങ് ടിഷ്യൂസും തമ്മിൽ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പെരികാർഡിയൽ ഫ്ലൂയിഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. ദെൻ ഹ്യൂമൻ ഹാർട്ടിൽ നമുക്കറിയാം 4 ചേമ്പേഴ്സ് ഉണ്ട്. 2 അപ്പർ ഓറിക്കിൾസ് ഓർ എട്രിയ ആൻഡ് 2 ലോവർ വെൻട്രിക്കിൾസ്. ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ ഹാർട്ട് വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാർഡിയാക് മസിൽസ് കൊണ്ടാണ്. പക്ഷേ വെൻട്രിക്കിൾസിൻ്റെ മസിൽസ് കുറച്ചും കൂടി എട്രിയയുടെ മസിൽസിനാണ് തിക്കറായിരിക്കും. കാരണം വെൻട്രിക്കിൾസിലാണ് എപ്പോഴും ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. വെൻട്രിക്കിൾസിൽ നിന്നാണ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി തിക്കർ മസിൽസ് ആണ് വെൻട്രിക്കിൾസിന് ഉണ്ടാവുക. അല്ലെങ്കിൽ എപ്പോഴും പമ്പിങ് നടന്ന് കൂടുതൽ ഒരു മൂവ്മെൻറ്റ് അവിടെ വരുന്നതുകൊണ്ട് വാൾസ് കുറച്ചും കൂടി സ്ട്രോങ് ആവേണ്ടത് ആവശ്യമുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞ 4 ചേമ്പേഴ്സിൻ്റെ ഇടയിലും ഓരോ സെപ്പറേഷൻസ് ഉണ്ട്. 2 എട്രിയയുടെ ഇടയിലുള്ള സെപ്പറേഷനെയാണ് ഇന്റർ എട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ദ എട്രിയ, ഇന്റർ മീൻസ് 2ൻ്റെ ഇടയിൽ. വെൻട്രിക്കിൾസിൻ്റെ ഇടയിലുള്ള സെപ്റ്റമാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. അതുപോലെ തന്നെ എട്രിയയുടെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ എട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. 3 സെപ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതുപോലെ 3 വാൽവ്സ് ആർ ഓൾസോ പ്രസന്റ്. ഫസ്റ്റ് വൺ ഈസ് ട്രൈകസ്പിഡ് വാൽവ്. ട്രൈ എന്ന് വെച്ചാൽ 3 ഫ്ലാപ്സ് ഉള്ളതുകൊണ്ട് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. ട്രൈകസ്പിഡ് വാൽവ് കാണുന്നത് റൈറ്റ് അട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ. ദെൻ സെക്കൻഡ് വാൽവ് ഈസ് ബൈകസ്പിഡ് വാൽവ്. 2 ഫ്ലാപ്സേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിനെ മിട്രൽ വാൽവ് എന്ന് പറയുന്നു. അത് നോർമലി കാണുക ലെഫ്റ്റ് അട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ. ഈ 2 വാൽവ്സിന്റെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് ഫ്ലോ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് കൺട്രോൾ ചെയ്യുന്ന 2 വാൽവ്സ് ആണ്. ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് മാത്രം.
മുകളിലെ ചേംബറിൽ നിന്ന് താഴത്തെ ചേംബറിലേക്ക് മാത്രമേ ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യും. ഇനി ഈ 2 വാൽവ് കൂടാതെ ഒരു സെറ്റ് ഓഫ് വാൽവ്സും കൂടി ഉണ്ട്, സെമി ലൂണാർ വാൽവ്സ്. ഈ സെമി ലൂണാർ വാൽവ്സ് കാണുന്നത് റൈറ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്നത് പൾമനറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്നത് അയോർട്ടയിലേക്കുമാണ്. പൾമനറി റൈറ്റ് സൈഡ്, ഹാർട്ടിന്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും ഇംപ്യൂർ ബ്ലഡ് ആണ്, അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്യുവർ ബ്ലഡ് ആണ്, അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ് കൊടുക്കുന്നത് പൾമനറി ആർട്ടറിയിലേക്കാണ്. നമ്മൾ പഠിച്ചു പൾമനറി ആർട്ടറി മാത്രമേ ഉള്ളൂ ഒരു ആർട്ടറി ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലത്തെ ബ്ലഡ് പൾമനറി ആർട്ടറിയിലേക്ക് കൊടുക്കുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പ്യുവർ ബ്ലഡ് ആണ്, അപ്പോൾ നമ്മുടെ ബോഡി പാർട്സിലേക്കാണ് കിട്ടേണ്ടത്. അത് അയോർട്ടയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഓപ്പണിങ്ങിന്റെ ഇടയിൽ ഒരു വാൽവ് ഉണ്ട്, അത് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനുള്ള വാൽവാണ്. അതിനെയാണ് സെമി ലൂണാർ വാൽവ്സ് എന്ന് പറയുന്നത്. 3 വാൽവ്സ് പഠിച്ചു. ഇനി എങ്ങനെയാണ് ഹാർട്ടിന്റെ സിഗ്നൽസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് നോഡൽ ടിഷ്യൂസ്, ബണ്ടിൽസ് ആൻഡ് ഫൈബേഴ്സ്. നോഡൽ ടിഷ്യൂസ് ഉണ്ട്. നോഡൽ ടിഷ്യൂസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കാർഡിയാക് മസിലിന്റെ ഒരു മസിൽ മാസിനെയാണ് നോഡൽ ടിഷ്യൂ എന്ന് പറയുന്നത്, ഹാർട്ട് വാളിൽ കാണുന്നത്. 2 തരം നോഡൽ ടിഷ്യൂസ് ഉണ്ട് നമ്മുടെ ഹാർട്ടിൽ, SANഉം AVNഉം. SANന്റെ ഫുൾ ഫോം സൈനോ എട്രിയൽ നോഡ്. അത് കാണുന്നത് ഇതാണ് SAN. ഇറ്റ് ഈസ് സീൻ റൈറ്റ് അപ്പർ കോർണർ, മുകളിൽ റൈറ്റ് സൈഡിൽ അപ്പർ കോർണറിൽ, റൈറ്റ് അട്രിയത്തിന്റെ അപ്പർ കോർണറിൽ കാണുന്നു. ഇത് SAN. AVN കാണുന്നത് റൈറ്റ് അട്രിയത്തിന്റെ ലോവർ ലെഫ്റ്റ് കോർണറിൽ അട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ അടുത്തായിട്ട് കാണുന്നതാണ് AV നോഡ്. 2 നോഡ്സ്, 2ന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയണം കേട്ടോ. AV നോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബണ്ടിൽ ഉണ്ട്, ഫൈബ്രസ് ടിഷ്യൂസ് ആണ്. അതിന് AV ബണ്ടിൽ എന്ന് പറയുന്നു. അത് ഈസ് അട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ. ഈ ബണ്ടില് ഈ സെപ്റ്റത്തിൽ കൂടെ, അട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ കൂടെ പാസ് ചെയ്തിട്ട് 2 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ബ്രാഞ്ചും വെൻട്രിക്കുലർ വോൾസിലേക്കാണ് കൊടുക്കുന്നത്. വെൻട്രിക്കുലർ വോൾസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ബണ്ടിൽ വീണ്ടും ചെറിയ ഫൈബേഴ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതിനെ പെർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ ഈ ബണ്ടിലും ഈ ഫൈബേഴ്സും കൂടി ചേർന്ന് വരുന്ന ആ ഗ്രൂപ്പിനെയാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇനി ഹാർട്ട് മസിലിന് ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. അതായത് അതിനുള്ള സ്റ്റിമുലസ് പുറമേ നിന്ന് വേണ്ട, സ്വയം എക്സൈറ്റ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ നോഡൽ ടിഷ്യൂസ് ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ ഹാർട്ട് മസിലുള്ള നോഡൽ ടിഷ്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഓട്ടോ എക്സൈറ്റബിൾ, സ്വയം എക്സൈറ്റ് ചെയ്യാൻ കഴിവുള്ളത് എന്ന് പറയും. ഇനി SA നോഡിന് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. SA നോഡിലാണ് ഈ ഹാർട്ട് കൺട്രാക്ഷനും റിലാക്സേഷനും വേണ്ട സിഗ്നൽസ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുമാത്രമല്ല ഈ SA നോഡാണ് ഹാർട്ടിന്റെ കൺട്രാക്ഷനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ SA node initiates and maintains contraction of heart by generating action potentials. അതുകൊണ്ട് SA നോഡിനെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നു. സാധാരണ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞ ആളുകൾ പേസ് മേക്കർ ഘടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പേസ് മേക്കർ എന്ന് പറയുന്നത് SA നോഡാണ്. അത് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോഴാണ് എക്സ്റ്റേണലി ഒരു പേസ് മേക്കർ ഘടിപ്പിക്കുക, പുറമേ നിന്നൊരു പേസ് മേക്കർ കൊടുക്കുക. അപ്പോൾ SA നോഡിലാണ് ഈ ഹാർട്ടിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും വേണ്ട ആക്ഷൻ പൊട്ടൻഷ്യൽസ് തുടങ്ങുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും SA നോഡാണ്. നെക്സ്റ്റ് വി ക്യാൻ സി കാർഡിയാക് സൈക്കിൾ. എങ്ങനെയാണ് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക? 3 ഫേസസ് ആയിട്ടാണ് കാർഡിയാക് സൈക്കിൾ നടക്കുക. ഫസ്റ്റ് ജോയിന്റ് ഡയസ്റ്റോൾ, ദെൻ എട്രിയൽ സിസ്റ്റോൾ, ദെൻ വെൻട്രിക്കുലർ സിസ്റ്റോൾ. അപ്പോൾ ഹാർട്ടിന്റെ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സൈക്ലിക് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ഫോർ പമ്പിങ് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൺട്രാക്ഷനും റിലാക്സേഷനും. അതൊരു സൈക്കിളായിട്ട് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നതാണ്. അതിനെ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നു. അതിന് 3 ഫേസസ് അല്ലെങ്കിൽ 3 സ്റ്റേജസ് ഉണ്ട്. ജോയിന്റ് ഡയസ്റ്റോൾ, atrial systole and ventricular systole. Then now we can see what is a joint diastole. Diastole എന്ന് കേൾക്കുമ്പോൾ ഓർത്തോളാം റിലാക്സ് സ്റ്റേറ്റ് ആണ്. അത് ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ ഹാർട്ട് ചേംബേഴ്സ് റിലാക്സ് ചെയ്തിരിക്കുന്ന ആ കണ്ടീഷനാണ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഈ സമയത്ത് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് മാത്രമേ ഓപ്പൺ ആയിരിക്കുള്ളൂ. 2 വാൽവ്സ് ഓപ്പൺ ആയിരിക്കുമ്പോൾ മുകളിലുള്ള 2 ചേംബേഴ്സ്, അതായത് 2 അട്രിയയിൽ നിന്നുള്ള ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ അട്രിയൽക്ക് എവിടുന്ന ബ്ലഡ് കിട്ടുക? റൈറ്റ് അട്രിയൽക്ക് ബ്ലഡ് കൊടുക്കുന്നത് പൾമനറി വെയിൻ, റൈറ്റ് സൈഡിൽ ഇമ്പ്യൂർ ബ്ലഡ് ആണ്. റൈറ്റ് അട്രിയൽക്ക് ബ്ലഡ് കൊടുക്കുന്നത് വീനെ കേവയും, ലെഫ്റ്റ് അട്രിയൽക്ക് ബ്ലഡ് കൊടുക്കുന്നത് പൾമനറി വെയിനും.
പൾമനറി വെയിൻ ആണ് ഒരേ ഒരു വെയിൻ പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് അട്രിയയിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത് പൾമനറി വെയിൻ, റൈറ്റ് അട്രിയയിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത് വിന കേവ. ഈ രണ്ട് അട്രിയം ഫില്ലായി കഴിഞ്ഞാൽ, ബ്ലഡ് ഒന്ന് ഫില്ലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ രണ്ട് വാൽവ്സും ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവ്സ് ഓപ്പൺ ആവും. ഓപ്പൺ ആയാൽ രണ്ട് അട്രിയലത്തെയും ബ്ലഡ് തൊട്ട് താഴെയുള്ള വെൻട്രിക്കിൾസിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ റൈറ്റ് അട്രിയലത്തെ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക്, അത് ഇംപ്യൂർ ബ്ലഡ് ആണെന്ന് ഓർത്തിരിക്കണം. ലെഫ്റ്റ് അട്രിയലത്തെ പ്യുവർ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുന്നു. ഈ സമയത്ത് സെമി ലൂണർ വാൽവ്സ് ക്ലോസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് അട്രിയൽ സിസ്റ്റോൾ. SAN generates an action potential. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്ന SAN ആണ്. ആസ് എ റിസൾട്ട് അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത ഉടനെ അട്രിയ കൺട്രാക്ട് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് അട്രിയൽ സിസ്റ്റോൾ. അട്രിയ കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് ഫ്ലോ ചെയ്യും. ദിസ് ഇൻക്രീസസ് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു വെൻട്രിക്കിൾസ് ബൈ അബൌട്ട് 30%. ദെൻ വെൻട്രിക്കുലർ സിസ്റ്റോൾ. അപ്പോൾ വെൻട്രിക്കുലർ ബ്ലഡ് എത്തി. ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് കണ്ടക്റ്റഡ് ടു വെൻട്രിക്കുലർ സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ SA നോഡിൽ നിന്ന് AV നോഡിലേക്കും AV നോഡിൽ നിന്ന് AV ബണ്ടിൽ വഴി വെൻട്രിക്കിൾസിലേക്കും ബണ്ടിൽ ഓഫ് ഹിസും പർക്കിഞ്ചി ഫൈബേഴ്സും വഴി വെൻട്രിക്കിളിന്റെ മസിലിലേക്കും ഈ സിഗ്നൽസ് പാസ് ചെയ്യുന്നു. പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെൻട്രിക്കിൾ സൈഡിലും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും? വെൻട്രിക്കിൾസ് ബ്ലഡ് വന്ന് ഫില്ല് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യും. അതിനെയാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. സിസ്റ്റോൾ എന്നൊരു കൺട്രാക്ഷനെ പറയാം, വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഈ സമയത്ത് അട്രിയ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അട്രിയയിൽ ഡയസ്റ്റോൾ നടക്കും. വെൻട്രിക്കുലർ സിസ്റ്റോൾ ഇൻക്രീസസ് വെൻട്രിക്കുലർ പ്രഷർ കൂടും അല്ലെ. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും, നിങ്ങൾക്കറിയാം. അപ്പോൾ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ ഇൻക്രീസ് ചെയ്യും വെൻട്രിക്കിളിൽ. ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള ബ്ലഡ് വാൽവ്സ്, സെമി ലൂണർ വാൽവ്സ് ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. സെമി ലൂണർ വാൽവ് മാത്രമേ ഈ സമയത്ത് ഓപ്പൺ ആയിരിക്കുള്ളൂ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലെ ദി ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക് കൊടുക്കും? പൾമനറി ആർട്ടറിയിലേക്ക് കൊടുക്കും. ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ് അയോർട്ടയിലേക്ക് കൊടുക്കും. ഇതാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. അത് കഴിഞ്ഞാൽ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യും. അവിടെ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ നടക്കും. ഡയസ്റ്റോൾ നടക്കുന്ന സമയത്ത് വെൻട്രിക്കിൾ പ്രഷർ കുറവായിരിക്കും. സെമി ലൂണർ വാൽവ്സ് ക്ലോസ് ചെയ്യും. ദ ക്ലോഷർ ഓഫ് സെമി ലൂണർ വാൽവ്സ് പ്രിവെൻറ്റ്സ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു വെൻട്രിക്കിൾസ്. അത് തിരിച്ച് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് കയറുന്നത് തടയും. വാൽവ്സ് ക്ലോസ് ചെയ്യും. ഈ സമയത്ത് ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവ്സും ഓപ്പൺ ആവും. കാരണം അപ്പോഴേക്കും അട്രിയൽ ബ്ലഡ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു സൈക്ലിക് സ്റ്റെപ്സ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഇതാണ് കംപ്ലീറ്റ് കാർഡിയാക് സൈക്കിൾ. Ventricles and atria again undergo joint diastole and cardiac cycle is repeated. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. A cardiac cycle is completed in 0.8 second. അപ്പോൾ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഒരു കാർഡിയാക് സൈക്കിളാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ ഹാർട്ട് ഓൾമോസ്റ്റ് 70 to 75 ടൈംസ് ഒരു മിനിറ്റിൽ 70 തൊട്ട് 75 പ്രാവശ്യം അല്ലെങ്കിൽ ആവറേജ് 72 പ്രാവശ്യമെങ്കിലും ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. ഇനി സ്ട്രോക്ക് വോളിയം ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ ഈച്ച് വെൻട്രിക്കിൾ പമ്പ്സ് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 70 ml ഓഫ് ബ്ലഡ്. ഓരോ കാർഡിയാക് സൈക്കിളിലും ഓരോ വെൻട്രിക്കിളും ഓൾമോസ്റ്റ് 70 ml ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാർഡിയാക് സൈക്കിളിലും ഓരോ വെൻട്രിക്കിളിൽ നിന്നും 70 ml ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. നൗ കാർഡിയാക് ഔട്ട്പുട്ട്. ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ വോളിയത്തിന് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഹാർട്ട് റേറ്റ്. ഹാർട്ട് ബീറ്റ് സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടും. ഒരു ആവറേജ് ഹെൽത്തി ഇൻഡിവിജ്വലിന് ഏകദേശം 5000 ml ആയിരിക്കും അതിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട്. ഇനി ഹാർട്ടിലെ വാൽവ്സ് ക്ലോസ് ചെയ്യും ഓപ്പൺ ചെയ്യുക ചെയ്യുമ്പോൾ ഹാർട്ടിൽ സൗണ്ട്സ് വരും. ആ സൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡ്യൂറിങ് ഈച്ച് കാർഡിയാക് സൈക്കിൾ 2 സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ദ ഫസ്റ്റ് സൗണ്ട് ലബ് എന്ന സൗണ്ടാണ് കേൾക്കുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ്
ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ഈ രണ്ട് വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ വരുന്ന ആദ്യത്തെ സൗണ്ട് ലബ് എന്ന സൗണ്ട്. സെക്കൻഡ് സൗണ്ട് ഡബ് എന്ന സൗണ്ടാണ് വരിക. അത് ഉണ്ടാവുന്നതിന് കാരണം ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്സ്. ഒരു ഹാർട്ട് ബീറ്റിൽ ഈ രണ്ട് സൗണ്ട്സും ഉൾപ്പെടുന്നു. Now electrocardiograph. It is an instrument used to obtain electrocardiogram, ECG. ഇലക്ട്രോകാർഡിയോഗ്രാം കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. Electrocardiogram is the graphical representation of electrical activity of heart during a cardiac cycle. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ECG എന്ന് പറയുന്നത്, അത് ആക്ച്വലി ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. നമുക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട്, ഒരു ഹാർട്ട് ബീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. ഇൻസ്ട്രുമെൻ്റ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആണ്. To get an ECG, a patient is connected to the machine with 3 electrical leads that monitor heart activity. 3 ഇലക്ട്രിക്കൽ ലീഡ്സ് കണക്ട് ചെയ്യും. 1 to each wrist. ഓരോന്ന് 2 റിസ്റ്റിലേക്കും ഒന്ന് ലെഫ്റ്റ് ആംഗിളിലേക്കാണ് കണക്ട് ചെയ്യുക. അത് അങ്ങനെ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ പറ്റും, നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഫോർ എ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഓഫ് ഹാർട്ട്സ് ഫംഗ്ഷൻ, മൾട്ടിപ്പിൾ ലെഡ്സ് ആർ അറ്റാച്ച്ഡ് അറ്റ് ചെസ്റ്റ് റീജിയൻ. ചെസ്റ്റ് റീജിയനിലും അതിന് ലെഡ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ECG ഒരാളുടെ എടുക്കുക. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകാർഡിയോഗ്രാഫാണ് ഇൻസ്ട്രുമെൻ്റ്. ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് നമുക്ക് കിട്ടുന്ന ആ പ്രിൻ്റ് ഔട്ട്, പേപ്പറിൽ കിട്ടുന്ന ആ ഹാർട്ടിൻ്റെ ഫങ്ഷൻ അറിയുന്ന ഗ്രാഫ്, ആ എന്താ പറയുക ഡ്രോയിങ് ആയിട്ട് വരുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. ആൻഡ് ECG കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് വേവ്സ്. ഒരു ECG നോക്കിയാൽ ഇത്രയും വേവ്സ് ഉണ്ടാവും. ഫസ്റ്റ് വേവ് ആണ് കണ്ടോ, ആദ്യത്തെ വേവ് ആണ് P വേവ്. അത് ഉദ്ദേശിക്കുന്നത് റെപ്രസെൻറ്റ്സ് ദ എക്സൈറ്റേഷൻ ഓഫ് എട്രിയ വിച്ച് കോസസ് എട്രിയൽ സിസ്റ്റോൾ. എട്രിയൽ സിസ്റ്റോൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വേവാണ് P വേവ്. അത് ഡീപോളറൈസേഷൻ ഓഫ് എട്രിയ അല്ലെങ്കിൽ എട്രിയൽ സിസ്റ്റോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് QRS, ഒരു ആരോ പോലെ കാണുന്നുണ്ടോ, QRS. അത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സിസ്റ്റോളിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് T വേവ്. അത് കാണിക്കുന്നത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, വെൻട്രിക്കിളിൻ്റെ റീപോളറൈസേഷൻ. ഇതാണ്, ഇങ്ങനെയാണ് നമുക്കൊരു ഗ്രാഫ് കിട്ടുക, ഇലക്ട്രോകാർഡിയോഗ്രാഫ്. Deviation in the ECG indicates abnormality of disease. So ECG has great clinical significance. അപ്പോൾ ഇതിനുള്ള ഡീവിയേഷൻ, എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു ഹാർട്ടിൻ്റെ ഫങ്ഷനിലുള്ള പ്രശ്നങ്ങളെയാണ് കാണിക്കുക. അപ്പോൾ ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഈ ഇങ്ങനെ PQRST എന്ന് കിട്ടുന്നത്. അതിൽ ഓരോ വേവും ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. P വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡീപോളറൈസേഷൻ ഓഫ് എട്രിയ. QRS കോംപ്ലക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. T വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ.